പിടിച്ചുകൊണ്ട് പണിയൊന്നുമില്ലേ? എടി ഇന്ന് വിമൻസ് ഡേ അല്ലേ, അതിന്റെ സെലിബ്രേഷൻ. ആ സെലിബ്രേഷന് വേണ്ടിയിട്ടാണ് ഈ ബലൂണുകൾ വിൽത്തോണ്ടിരിക്കുന്നത്. വിമൻസ് ഡേ അത് കൊള്ളാലോ. HR പോയി ഫെസ്റ്റിവൽ അലവൻസ് ചോദിച്ചാലോ? കിട്ടില്ലെന്ന് ഉറപ്പാ. എന്നാലും ഒന്ന് ചോദിച്ചു നോക്കാം. പോയാലൊരു വാക്ക്, കിട്ടിയ അലവൻസ് മണി അതാരും അറിയാതെ നോക്കുകയും ചെയ്യാം. HR വന്നിട്ടുണ്ടോ? ആ ഉണ്ട്, സീറ്റിലുണ്ട്. എന്താടി? ഏയ് ഒന്നുമില്ല. ഡി ഒന്ന് ബലൂൺ സെറ്റ് ചെയ്യ്. ഇപ്പൊ വരാടി. ഹാപ്പി വിമൻസ് ഡേ സർ. എന്നെ വിഷയം ഞാനെന്താ പെണ്ണാണ്? അയ്യോ അങ്ങനെയല്ല സർ, ഞാൻ കോമൺ ആയിട്ട് വിഷ് ചെയ്തെന്നേ ഉള്ളൂ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. സർ എന്താ? ഇന്ന് വിമൻസ് ഡേ അല്ലേ? അതെ. ഫെസ്റ്റിവൽ അലവൻസ് ഉണ്ടോ സർ? ഓണത്തിന് കിട്ടിയായിരുന്നോ? ഇല്ല. പിന്നെ ഇതിന് കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? ഒരുപാട് വർക്ക് പെൻഡിങ് അല്ലേ? അതെ. എന്നാ പോയി ചെയ്യും. ശരി. ഹലോ, എങ്ങോട്ടാ? വന്നേ. അത് അവര് ബലൂൺ വീർപ്പിക്കാൻ. അതൊക്കെ അവര് വീർപ്പിച്ചോളൂ. ഒരുപാട് വർക്ക് പെൻഡിങ് അല്ലേ? അതെ. എന്തായാലും ഫെസ്റ്റിവൽ അലവൻസ് ഒക്കെ വന്ന് ചോദിച്ചല്ലേ, ഉള്ള വർക്ക് പെൻഡിങ് വർക്കുകളൊക്കെ തീർത്തിട്ട് മതി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. മനസ്സിലായോ? ആ ചെല്ലു. സ്പീഡിൽ പോയി പണി. സലീന, സലീന എന്റെ ക്യാബിനിലേക്ക് ഒന്ന് വന്നേ. എന്തോടി പുള്ളി ഇന്നലെ കലിപ്പിലാണല്ലോ, എന്തു പറ്റി? എടി ആ കോൺവെന്റിലെ പയ്യൻ മരിച്ചില്ലേ, ആ സ്റ്റോറി എന്നോട് അർജന്റായിട്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു. എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. ആ ബെസ്റ്റ്. നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രം ഏറ്റാ പോരായിരുന്നോ? നിനക്ക് അറിയത്തില്ലേ അത് വലിയ റിസ്ക് ആണെന്ന്? എടി ഞാൻ ഏറ്റതല്ല, അത് എൻ്റെ തലയിൽ വെച്ച് തന്നതാ. എന്തായാലും ഞാനൊന്ന് പോയിട്ട് വരാം. ശരി സാർ. തന്നോട് ഒരു സ്റ്റോറി ചെയ്യാൻ പറഞ്ഞിട്ട് 3 ദിവസമായി. ചെയ്തോ? ഇല്ല സാർ, എനിക്ക് കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഡിലേ ആയത്. ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തോളാം സാർ. എന്ത് പേഴ്സണൽ പ്രോബ്ലം? അങ്ങനെ പേഴ്സണൽ പ്രോബ്ലം ഉള്ളവരൊക്കെ ജോലി റിസൈൻ ചെയ്ത് വീട്ടിൽ പോയിരിക്കണം. എന്നിട്ട് വേണം പേഴ്സണൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. രാവിലെ ഒരുങ്ങി കെട്ടി വന്നിരുന്ന പേഴ്സണൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇത് എൻ്റെ വീടല്ല, ഇറ്റ്സ് ആൻ ഓഫീസ്. ഇവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. യു ഹാവ് കീപ് ഇറ്റ്. സോറി സാർ. എന്ത് സോറി? തനിക്കൊന്നും നാണമില്ലിടും. വെറുതെ വന്നിരുന്ന കാശ് മേടിച്ചുകൊണ്ട് പോയാലേ അത് വർത്താകില്ല. ഐ നീഡ് ദ സ്റ്റോറി. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അത് എനിക്ക് കിട്ടിയിരിക്കണം. മനസ്സിലായല്ലോ? ശരി സാർ. സാർ വേണ്ടിയിരുന്നില്ല. ചേച്ചിക്ക് സത്യത്തിൽ പേഴ്സണലായി കുറേ പ്രശ്നങ്ങളുണ്ട്, അതെനിക്കറിയാവുന്നതാണ്. ഉണ്ണി, നീ നിന്റെ പണി നോക്ക്. അതല്ല സാർ, നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരും ഓരോ സിറ്റുവേഷനിൽ കടന്നു വരുന്നവരാണ്. ഇവിടെ വർക്ക് ചെയ്യുന്ന ഓരോ ലേഡി സ്റ്റാഫുകളും എന്തെല്ലാം അവസ്ഥകൾ തരണം ചെയ്താണ് വരുന്നത് സാറിന് അറിയാമോ? ഓരോ സ്ത്രീകളും പല വിഷമങ്ങളും മറച്ചു വെച്ചാണ് അവരുടെ ഓഫീസിൽ കളിച്ചും ചിരിച്ചും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാറിൻ്റെ വീട്ടിലുള്ള അമ്മയായാലും ഭാര്യയായാലും മകളായാലും അവരും സ്ത്രീകൾ തന്നെയല്ലേ? ആ സലീനേച്ചിയുടെ സ്ഥാനത്ത് അവരിൽ ഒരാളായിരുന്നെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കി. അങ്ങനെയാണെങ്കിൽ സാർ ഇങ്ങനെ പെരുമാറുമായിരുന്നു? വിമൻസ് ഡേ ആയിട്ട് ഇന്ന് തന്നെ ചേച്ചിയെ സാർ കരയിപ്പിച്ചല്ലോ. സാറ് ചെയ്തത് ശരിയാണോ എന്ന് സാർ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കും. എനിക്ക് ശരിയാണെന്ന് തോന്നിയത് ഞാൻ പറഞ്ഞു, ബാക്കിയെല്ലാം സാറിൻ്റെ ഇഷ്ടം. സലീന, സാർ. സോറി, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അയ്യോ സാറ് സോറി ഒന്നും പറയണ്ട, എന്നെ ഏൽപ്പിച്ചവർക്ക് ഞാൻ ചെയ്യാത്തോണ്ടല്ലേ. താൻ തന്നെ അത് ചെയ്യണം. ഇപ്പോൾ ഞാൻ സോറി പറഞ്ഞത് തൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ ഞാൻ ചൂടായതുകൊണ്ടാണ്. ശരി, എന്നാൽ വർക്ക് നടക്കട്ടെ. ആൻഡ് ഹാപ്പി വിമൻസ് ഡേ.